പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. തീർത്ഥം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കെല്ലാം ഒരു പ്രവണത, നമ്മുടെ ഇടയെല്ലാം ഒരു പ്രവണത, ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ ഒരു പ്രവണതയുണ്ട്. ബലഹീനന്മാരാണ് പലപ്പോഴും ശിക്ഷിക്കപ്പെടുന്നത് എന്ന ഒരു പ്രവണത. അത് എല്ലാ കാര്യത്തിലും, അത് ഹിന്ദുവിൻ്റെ കാര്യത്തിലായാലും മുസ്ലിമിൻ്റെ കാര്യത്തിലായാലും ക്രിസ്ത്യാനിയുടെ കാര്യത്തിലായാലും, അതായത് യേശുദേവനായാലും നബി ആയാലും രാമനായാലും എല്ലാവർക്കും അവരെല്ലാം അവരുടെ ബലഹീനത കൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ആ ശിക്ഷിക്കപ്പെടലിന് ഒരു പഴഞ്ചൊല്ലുണ്ട്. അതായത് ഇല മുള്ളിൽ വീണാലും മുള്ള്, ഇലയിൽ വീണാലും കേട് ഇലയ്ക്ക് തന്നെയാണെന്ന്. അതായത് ഇലയാണ് ഏറ്റവും ബലഹീനമായി കിടക്കുന്നത്. അങ്ങനെ ഒരു സംഭവം നമ്മുടെ രാമായണ കഥയിലൂടെ പോകുമ്പോഴും നമുക്ക് കാണാൻ പറ്റും. അന്നു മുതലാണ് സ്ത്രീ എപ്പോഴും ശപിക്കപ്പെട്ടവളും ശിക്ഷിക്കപ്പെട്ടവളും സംശയിക്കപ്പെട്ടവളും ആയത്. അതായത് പറയാം, സീത രാവണൻ്റെ കൊട്ടാരത്തിൽ പോയി ഒരു സംവത്സരക്കാലം ജീവിച്ചു കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ സീതയുടെ ചാരിത്രം തെളിയിക്കാൻ പലതും ചെയ്തു. അതെല്ലാം അഗ്നിസാക്ഷിയായവരെ സീത സത്യം ചെയ്തു. എങ്കിലും കൈകേയി എന്ന ഒരു അമ്മായി അമ്മയ്ക്ക് സീതയെ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. രാമൻ്റെ കൊട്ടാരത്തിൽ 10 വർഷം രാവണൻ്റെ കൊട്ടാരത്തിൽ 10 വർഷം താമസിച്ച് തിരിച്ചു വന്ന സീത എങ്ങനെയായാലും ചാരിത്രം നഷ്ടപ്പെടുകയായിരിക്കും എന്ന് സീത എങ്ങനെ പറഞ്ഞിട്ടും ആ ഒരു വിശ്വാസം അവർക്ക് ഉണ്ടായതേയില്ല. അതുകൊണ്ട് തന്നെ അവർ തന്ത്രപൂർവ്വം സീതയോട് ചോദിച്ചു, രാവണൻ്റെ മുഖം എങ്ങനെയുള്ളതാണെന്ന്. സീത പറഞ്ഞു, ഞാൻ ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ എന്ന്. അപ്പോൾ കൈകേയി എന്ന അമ്മയ്ക്ക് വീണ്ടും തോന്നിയ സംശയം. അവർ പറഞ്ഞു, നീ രാവണൻ്റെ ചിത്രം വരക്കണമെന്ന്. അങ്ങനെ അവർ രാമനാമം ജപിക്കുന്ന പലകയെടുത്ത് നീട്ടി ഇതിലേക്ക് വരക്കാൻ പറഞ്ഞു. സീത ഒരു കൂസലും കൂടാതെ രാവണൻ്റെ ചിത്രം വരച്ചു. ഒരു ദിവസം മാത്രം കണ്ട ആ മുഖം ഇത്രയും ഭംഗിയായി വരക്കാൻ നിനക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ചാരിത്രം, നീ രാവണനെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, രാവണനെ നീ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെ ആ അമ്മായിയമ്മ ഉറക്കെ പ്രഖ്യാപിച്ചു. അപ്പോൾ ആ പലകയിലിരുന്ന് രാമനാമം ജപിച്ചപ്പോൾ ശ്രീരാമചന്ദ്രന് പോലും ഒരു അസ്വസ്ഥത തോന്നിയത് കൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത്. അതുമാത്രമല്ല, അവർ പറഞ്ഞു സീത ഒരിക്കലും പതിവ്രത അല്ല എന്ന്. അതുകൊണ്ടാണ് ആ അസ്വസ്ഥതയുടെ കാരണം കൈകേയിയോട് പറഞ്ഞപ്പോഴാണ് രാമൻ സീതയെ ഉപേക്ഷിക്കണമെന്ന് അവർ വീണ്ടും വീണ്ടും കൽപ്പിച്ചത്. എത്രയൊക്കെയാണ് അപേക്ഷിച്ചിട്ടും എന്തെല്ലാം പറഞ്ഞിട്ടും അത് ആ ഒരു വാക്കുകൾ, സീതയുടെ വാക്കുകൾ സ്വീകരിച്ചതേയില്ല. തെറ്റ് ആരുടേതാണോ എന്ന് നമുക്ക് അറിയുകയില്ല. എന്നാലും സീത സ്ത്രീ എന്ന നിലയിൽ അവർക്ക് പാതിവ്രത്യം സ്വീകരിച്ചിട്ടില്ല എന്ന് പറയണമെങ്കിൽ ആ ഒരു വിശ്വാസം ഉണ്ടാവണം. അങ്ങനെ അവർ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ലാത്തതുകൊണ്ട് തന്നെ അവർ അവരുടെ അമ്മയിലേക്ക്, അതായത് ഭൂമി മാതാവിലേക്ക്, സ്നേഹേഷു മാതാ എന്ന് മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭൂമിദേവി സ്നേഹേഷു മാതാണ്, ക്ഷമയാ ദരിദ്രിയാണ്. അമ്മയിലേക്ക് അവർ ഭൂമി പിളർന്നു പോയിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ചാരിത്രം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന കൈകേയിയാണോ കുറ്റം ചെയ്തത്, അതോ രാമനാണോ കുറ്റം ചെയ്തത്, അതോ സീതയാണോ എന്ന് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആ പെണ്ണിലേക്കുള്ള പഴിചാരൽ ഒരു പെണ്ണ് തന്നെയാണ് ഉണ്ടാക്കി വെച്ചതെന്ന് നമ്മളെല്ലാം ഓർക്കണം, ഒരിക്കലും മറന്നു പോകരുത്. എങ്ങനെയായാലും നമ്മളുടെ കർമ്മഫലം നമ്മൾ തന്നെ അനുഭവിക്കും. ഈച്ച് ആൻഡ് എവറി ആക്ഷൻ വിൽ ബി റിവാർഡഡ്. താങ്ക് യു. നന്ദി, നമസ്കാരം.